നമസ്കാരം, ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ താജ്മഹലുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ SSCയുടെ അല്ലെങ്കിൽ RRBയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഫാക്റ്റുകൾ നമ്മൾ പഠിക്കാൻ പോവാം. അപ്പോൾ നമുക്കറിയാം താജ്മഹൽ എന്ന് പറഞ്ഞാൽ 7 വണ്ടേഴ്സ് ഓഫ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരേ ഒരു മോണുമെന്റ് ആണ് ഇതെന്ന് പറയുന്നത് താജ്മഹൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേകത കൂടി നമുക്കറിയാം. എന്തറിയാം? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഇടം പിടിക്കുന്ന മോണുമെന്റ്സിൽ ഒരെണ്ണം കൂടിയാണ് എന്ത്? താജ്മഹൽ. സോ രണ്ട് കാര്യങ്ങൾ ആദ്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? 7 വണ്ടേഴ്സ് ഓഫ് ലിസ്റ്റിൽ 7 വണ്ടേഴ്സ് ഓഫ് വേൾഡിന്റെ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു മോണുമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് താജ്മഹലാണ്. രണ്ടാമത് നമ്മൾ ഓർക്കേണ്ട കാര്യം, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ അല്ലെങ്കിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആഡ് ചെയ്യപ്പെടുന്ന മോണുമെന്റ്സിൽ ഒരെണ്ണമാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ശരിക്കും 4 എണ്ണത്തിനെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ത്യയിൽ നിന്ന് ആഡ് ചെയ്ത ഒരെണ്ണമാണ് ഏതെന്ന് പറയുന്നത് താജ്മഹൽ എന്ന് പറയുന്നത്. ഈ താജ്മഹലിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം 1983 എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം. ഇനി റിലേറ്റ് ചെയ്ത ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. റെഡി ആണല്ലോ? ഓക്കെ, അപ്പൊ താജ്മഹലുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകൾ നമ്മൾ വീണ്ടും 4W പഠിക്കാൻ പോവുകയാണ് കേട്ടോ. 4W. അപ്പൊ ആദ്യത്തെ W എന്ന് പറയുമ്പോൾ വെയർ. താജ്മഹൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, നോക്കാം. താജ്മഹൽ. അപ്പൊ താജ്മഹൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് താജ്മഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. താജ്മഹൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് താജ്മഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കൂടി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആഗ്രയിലെ ഏത് റിവറിന് ബിസൈഡിലായിട്ടാണ് താജ്മഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താജ്മഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് റിവറിന് ബിസൈഡിലായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം യമുന റിവർ ആണ്. ഓക്കെ, അപ്പൊ താജ്മഹൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ ലൊക്കേറ്റ് ചെയ്യുന്നു. അത് ഏത് റിവറിന് ബിസൈഡിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക യമുന റിവർ. ഓക്കെ, രണ്ടാമത്തെ W വെൻ. എപ്പോഴാണ് താജ്മഹൽ ബിൽറ്റ് ചെയ്യുന്നത്? താജ്മഹലിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1632 1632 താജ്മഹലിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്നത് 1653 ഓക്കെ, എൻഡ് ചെയ്യുന്നത് 1653. ഓക്കെ, ദെൻ മൂന്നാമത്തെ W ഹൂ. ആരാണ് താജ്മഹൽ ബിൽറ്റ് ചെയ്യുന്നത്? താജ്മഹൽ ബിൽറ്റ് ചെയ്യുന്നത് ആരാണെന്ന് നമുക്കറിയാം. ആരാണ്? ഷാജഹാൻ ആണ് താജ്മഹൽ ബിൽറ്റ് ചെയ്യുന്നത്. ആരാണ് ബിൽറ്റ് ചെയ്യുന്നത്? ഷാജഹാൻ ആണ് താജ്മഹൽ ബിൽറ്റ് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ട് ബിൽറ്റ് ചെയ്യുന്നു? മുംതാസിന് വേണ്ടിയിട്ട് ബിൽറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മുംതാസ് മഹൽ എന്നും അറിയപ്പെടുന്നു. ഷാജഹാൻ മുംതാസിന് വേണ്ടിയിട്ട് താജ്മഹൽ ബിൽറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മുംതാസ് മഹൽ. ഇനി ഈ താജ്മഹലിന്റെ ആർക്കിടെക്ട് ആരാണെന്ന് ചോദിക്കാം കേട്ടോ. താജ്മഹലിന്റെ ആർക്കിടെക്ട്, ചീഫ് ആർക്കിടെക്ട് ആരാണെന്ന് ചോദിച്ചാൽ റീസെന്റ് ഡിസ്കവറീസ് പറയുന്നത് താജ്മഹലിന്റെ ചീഫ് ആർക്കിടെക്ട് ഉസ്താദ് അഹമ്മദ് ലഹോറി ആണെന്നാണ് കേട്ടോ. ഉസ്താദ് അഹമ്മദ് ലഹോറി. ഇനി ഉസ്താദ് അഹമ്മദ് ലഹോറിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് ഉണ്ടാവുക ഉസ്താദ് ഇസയാണ്. അസിസ്റ്റന്റ് ആർക്കിടെക്ട് എന്ന് അറിയപ്പെടുന്ന ആരെയാണ്? ഉസ്താദ് ഇസയാണ് കേട്ടോ. ആരെയാണ്? ഉസ്താദ് ഇസ. ഓക്കെ, അപ്പോ ഹൂ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരമായി. താജ്മഹൽ ബിൽറ്റ് ചെയ്തത് ഷാജഹാൻ ആണ്. ആർക്ക് വേണ്ടിയിട്ട് ബിൽറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംതാസിന് വേണ്ടിയിട്ട് ബിൽറ്റ് ചെയ്തു. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മുംതാസ് മഹൽ. താജ്മഹലിന്റെ ചീഫ് ആർക്കിടെക്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് അഹമ്മദ് ലഹോറി. അസിസ്റ്റന്റ് ആർക്കിടെക്ട് ആയിരുന്നു ആര്? ഉസ്താദ് ഇസ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ W ഹൂ എന്ന ചോദ്യത്തിന് ഉത്തരമായി. ഇനി വാട്ട്. എന്തുകൊണ്ടാണ് താജ്മഹൽ ബിൽറ്റ് ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? വൈറ്റ് മാർബിൾ കൊണ്ടാണ് അല്ലെ. താജ്മഹൽ ബിൽറ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വൈറ്റ് മാർബിൾ കൊണ്ടാണ് താജ്മഹൽ ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം കൂടി ഇതിനകത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. താജ്മഹലിന്റെ ഇൻലേ ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. താജ്മഹലിന്റെ ഇൻലേ ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. താജ്മഹലിന്റെ ഇൻലേ ആർക്കിടെക്ചറിന്റെ പേരാണ് പിയട്ര ഡ്യൂറ. എന്താണ്? പിയട്ര ഡ്യൂറ. താജ്മഹലിന്റെ ഇൻലേ ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? പിയട്ര ഡ്യൂറ എന്നാണ്. സെയിം ഈ പിയട്ര ഡ്യൂറ ആർക്കിടെക്ചറിന് ഒരു എക്സാമ്പിൾ കൂടി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോംബ് ഓഫ് ഇദിമാദ് ഉദ്ദൗള. ടോംബ് ഓഫ് ഇദിമാദ് ഉദ്ദൗള. ടോംബ് ഓഫ് ഇദിമാദ് ഉദ്ദൗള. അപ്പൊ ആരാണ് ഇദിമാദ് ഉദ്ദൗള എന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നോ? ജഹാംഗീറിന്റെ ഫാദർ ഇൻ ലോ ആണ് കേട്ടോ. ആരാണ്? ജഹാംഗീറിന്റെ ഫാദർ ഇൻ ലോ.
അതായത് നൂർജഹാന്റെ ഫാദർ ആണ് ആര്? ഇജ്മാഉദ്ദൗള എന്ന് പറയുന്നത്. അപ്പൊ ഇജ്മാഉദ്ദൗളയുടെ ടോംബും സെയിം ആർക്കിടെക്ചർ തന്നെയാണ്. പിയട്ര ഡ്യൂറ എന്ന് പറയുന്ന സെയിം ആർക്കിടെക്ചർ തന്നെയാണ്. അപ്പോ 4W വാട്ട് 4Wയിലൂടെ നമ്മൾ താജ്മഹലുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കുകയാണ്. ആദ്യത്തെ W എന്ന് പറയുന്നത് താജ്മഹൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? താജ്മഹൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന് ബിസൈഡിലുള്ള റിവർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യമുന റിവർ ആണ്. താജ്മഹൽ ആരാണ് ബിൽറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഷാജഹാൻ ആണ് ബിൽറ്റ് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? മുംതാസിന് വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മുംതാസ് മഹൽ എന്നറിയപ്പെടുന്നു. ദെൻ അതിനുശേഷം പറഞ്ഞത് താജ്മഹൽ ബിൽറ്റ് ചെയ്ത് എപ്പോഴാണെന്ന് പറഞ്ഞു. 1632 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, 1653 എൻഡ് ചെയ്യുന്നു. ഈ താജ്മഹലിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്തിട്ടാണ് ഇത് ബിൽറ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് മാർബിൾ. ഇതിന്റെ ഇൻലേ ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിയട്ര ഡ്യൂറ. ഈ പിയട്ര ഡ്യൂറ ആർക്കിടെക്ചറിലുള്ള ഒരു മോണുമെന്റിന്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ടോംബ് ഓഫ് ഇജ്മാഉദ്ദൗള. ഈ ഇജ്മാഉദ്ദൗള ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഓർത്തിരിക്കുക, ജഹാംഗീറിന്റെ ഫാദറിൻലോ അല്ലെങ്കിൽ നൂർജഹാന്റെ ഫാദർ ആണ് ആര്? ഇജ്മാഉദ്ദൗള എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. റെപ്ലിക്ക ഓഫ് താജ്മഹൽ, ഇത് കൂടാതെ നമ്മൾ നോക്കേണ്ടത് റെപ്ലിക്ക ഓഫ് താജ്മഹൽ എന്നറിയപ്പെടുന്നത്. റെപ്ലിക്ക ഓഫ് താജ്മഹൽ എന്നറിയപ്പെടുന്നത് എന്തിനാണെന്നറിയാമോ? റെപ്ലിക്ക ഓഫ് താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബീബി കാ മക്ബറ. ഔറംഗസീബിന്റെ വൈഫായിട്ടുള്ള ദിൽറസ് ബാനു ബീഗം. ഔറംഗസീബിന്റെ വൈഫായിട്ടുള്ള ദിൽറസ് ബാനു ബീഗം, അല്ലെങ്കിൽ വേറൊരു പേര് പറഞ്ഞാൽ റുബിയന്ത് ദുറാനി. വേറൊരു പേര് എന്താണ്? റുബിയന്ത് ദുറാനി. അപ്പോ ഔറംഗസീബിന്റെ വൈഫായിട്ടുള്ള ദിൽറസ് ബാനു ബീഗം, ചില സ്ഥലങ്ങളിൽ റുബിയന്ത് ദുറാനി എന്നും പേര് കാണുന്നുണ്ട്. അപ്പോൾ ദിൽറസ് ബാനു ബീഗത്തിന് വേണ്ടിയിട്ടാണ് ബീബി കാ മക്ബറ ഔറംഗസീബ് ബിൽറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഓർത്തിരുന്നോ, എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ബീബി കാ മക്ബറ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, താജ്മഹലുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിച്ചിരിക്കേണ്ട ഫാക്റ്റുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫാക്റ്റുകൾ ഞാൻ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും എക്സാമിന് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പൊ ഈ ഫാക്റ്റുകൾ ഈ ഓർഡറിൽ ഞാൻ പഠിച്ചിരുന്നാൽ ഇതുമായി റിലേറ്റ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഇപ്പൊ നമ്മൾ ഫാക്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഫാക്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ക്വസ്റ്റ്യൻസിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും, കാരണം നമ്മൾ ഫാക്ട് ഓൾറെഡി പഠിച്ചിരിക്കുകയാണ്. സോ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാൻ പറ്റണം. നമുക്ക് നോക്കാം. താജ്മഹൽ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സിറ്റി? അറിയാലോ, താജ്മഹൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ആഗ്രയിലാണ്. ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് താജ്മഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. ദ കൺസ്ട്രക്ഷൻ ഓഫ് താജ്മഹൽ ഇൻ ആഗ്ര വാസ് കംപ്ലീറ്റഡ് ഇൻ. കണ്ടോ, കംപ്ലീറ്റ് ചെയ്ത വർഷവും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തൊട്ട് മുന്നത്തെ RRB NTPCയുടെ ടയർ 1 എക്സാമിന് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത പീരീഡും ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാണ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1632 എൻഡ് ചെയ്യുന്നത് 1653 ഓക്കെ, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ദ കൺസ്ട്രക്ഷൻ ഓഫ് താജ്മഹൽ ഇൻ ആഗ്ര വാസ് കംപ്ലീറ്റഡ് ഇൻ എന്നാണ് കംപ്ലീറ്റ് ചെയ്തത് 1653. അടുത്തത് താജ്മഹൽ വാസ് ബിൽറ്റ് ഇൻ എന്നാ ബിൽറ്റ് ചെയ്യുന്നത്? അത് 1632. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ താജ്മഹൽ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സിറ്റി? ആഗ്ര, ഉത്തർപ്രദേശ്. ദ കൺസ്ട്രക്ഷൻ ഓഫ് താജ്മഹൽ ഇൻ ആഗ്ര വാസ് കംപ്ലീറ്റഡ് ഇൻ 1632, 1653. കംപ്ലീറ്റ് ചെയ്യുന്നത് 1653 സ്റ്റാർട്ട് ചെയ്യുന്നത് 1632 ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം, അല്ലെ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. Okay, Pietra Dura, the inlay techniques of architecture can be found in which of the following monuments? Option എഴുതാനുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. Pietra Dura inlay techniques ഏത് മോണുമെന്റിലാണ് കാണാൻ പറ്റുന്നത്? സോ നമ്മൾ അറിഞ്ഞിരിക്കുക, താജ്മഹൽ എന്ന് പറയുന്ന മോണുമെന്റിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന ഇൻലേ ടെക്നിക് ഏതാണ്? Pietra Dura ആണ് കേട്ടോ.
എന്താണ്? പിയട്ര ഡ്യൂറ. ഓക്കെ, ദെൻ അടുത്തത് താജ്മഹൽ, ദ നേഷൻസ് ബെസ്റ്റ് നോൺ മോണുമെന്റ് ഈസ് ഫേസിംഗ് മേജർ ത്രെറ്റൻ ഫ്രം പൊല്യൂഷൻ, ദ മെയിൻ പൊല്യൂട്ടൻ ഈസ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമായിരിക്കും. താജ്മഹലിന്റെ താജ്മഹൽ എന്ത് ചെയ്യുന്നു? താജ്മഹൽ ദ നേഷൻസ് ബെസ്റ്റ് നോൺ മോണുമെന്റ് ഈസ് ഫേസിംഗ് മേജർ ത്രെറ്റ് ഫ്രം പൊല്യൂഷൻ. ഈ പൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ത്രെറ്റിന്, ഈ ഒരു ഭീഷണിക്ക് കാരണമാകുന്ന പൊല്യൂട്ടന്റ് ഏതാണ്? ആസിഡ് റെയിൻ ആണ് കാരണം, ഇല്ലേ? ആസിഡ് റെയിനിൽ തന്നെ സൾഫ്യൂരിക് ആസിഡും അതുപോലെ തന്നെ നൈട്രിക് ആസിഡുമാണ് കാരണം കേട്ടോ. സൾഫ്യൂരിക് ആസിഡും അതുപോലെ തന്നെ നൈട്രിക് ആസിഡും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ താജ്മഹൽ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സിറ്റി ഓഫ് ആഗ്ര ഓൺ ദ ബാങ്ക്സ് ഓഫ് ദി റിവർ. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഏത് റിവറിന് ബിസൈഡിലായിട്ടാണ്? യമുന റിവർ. ഏത് റിവറിന് ബിസൈഡിലായിട്ടാണ്? യമുന റിവറിന് ബിസൈഡിലായിട്ടാണ് താജ്മഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. Around which year did the construction of Taj Mahal complex begin? താജ്മഹൽ കോംപ്ലക്സിന്റെ കൺസ്ട്രക്ഷൻ ബിഗിൻ ചെയ്ത വർഷം 1632. ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻസ് കണക്റ്റഡ് ഫാക്റ്റുകളെല്ലാം കംപ്ലീറ്റ് പറഞ്ഞു കഴിയുമ്പോൾ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുക, ഇല്ലെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് വേണം എന്തിലോട്ട് വരാൻ? ഈ ക്വസ്റ്റ്യൻസിലോട്ട് വരാൻ. കാരണം ആ ഫാക്റ്റുകൾ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ ആൻസർ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്തത്, who had built Taj Mahal for his wife Mumtaz Mahal along with the bank of the river in Agra? ആരാ താജ്മഹൽ ബിൽറ്റ് ചെയ്തത്? ഷാജഹാൻ ആണല്ലേ. താജ്മഹൽ ബിൽറ്റ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ബിൽറ്റ് ചെയ്തത്? ഷാജഹാൻ ആണ് ബിൽറ്റ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which is the replica of famous Taj Mahal built by? അപ്പോൾ താജ്മഹലിന്റെ റെപ്ലിക്ക എന്നറിയപ്പെടുന്നത് എന്താണ്? ബീബി കാ മക്ബറയാണ്. താജ്മഹലിന്റെ റെപ്ലിക്ക എന്നറിയപ്പെടുന്നത് എന്തിനാണ്? ബീബി കാ മക്ബറ. ഉസ്താദ് അഹമ്മദ് ലഹോറി വാസ് എ ചീഫ് ആർക്കിടെക്ട് ഓഫ് വിച്ച് മോണുമെന്റ്? ക്വസ്റ്റ്യൻ വന്നത് കണ്ടോ? അപ്പൊ ഉസ്താദ് അഹമ്മദ് ലഹോറി നമ്മുടെ താജ്മഹലിന്റെ ചീഫ് ആർക്കിടെക്ട് ആണ്. ഉസ്താദ് അഹമ്മദ് ലഹോറി ഇസ് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് താജ്മഹൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ആർക്കിടെക്ട് ഓഫ് താജ്മഹൽ? ഉസ്താദ് അഹമ്മദ് ലഹോറി ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ സെലക്ട് ചെയ്യാം? അസിസ്റ്റന്റ് ആയിരുന്ന ഉസ്താദ് ഇസയെ സെലക്ട് ചെയ്യാം. ആദ്യമൊക്കെ എക്സാമിന് ആരുടെ പേരാണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്? ഉസ്താദ് ഇസയുടെ പേരായിരുന്നു. പക്ഷേ റീസെന്റ് ഡിസ്കവറീസ് പറയുന്നത് ചീഫ് ആർക്കിടെക്ട് ഉസ്താദ് അഹമ്മദ് ലഹോറി. അത് നമ്മുടെ SSCയുടെ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു ആരാണെന്ന്? ഉസ്താദ് അഹമ്മദ് ലഹോറി. സോ ഇയാളുടെ പേരിന് കിട്ടാതെ പോവരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ താജ്മഹലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകൾ പഠിച്ചു. ആ ഫാക്റ്റുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന ഫാക്റ്റുകൾ എങ്ങനെയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്